ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് മൈക്രോ കൺട്രോളർ ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 മാർക്ക് പേപ്പറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 60 മാർക്ക് വരുന്നത് ഇന്റേണൽ മാർക്കും 40 മാർക്ക് വരുന്നത് എക്സ്റ്റേണൽ മാർക്കുമാണ്. ഓക്കെ, 60 മാർക്ക് ഇന്റേണൽ ആണ്. മറ്റ് പേപ്പറുകൾ പോലെയല്ല. നിങ്ങൾ തേർഡ് സെമ്മിൽ ഇതുപോലത്തെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 40 മാർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ. സോ 60 മാർക്ക് ഇന്റേണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സീരീസ് എക്സാമിൻ്റെ 2 സീരീസ് എക്സാമിൻ്റെ മാർക്ക് വരും. അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ഈ മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. സോ ആ പ്രൊജക്റ്റും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് 60 മാർക്ക് ഇന്റേണൽ നമ്മൾ ഇടുന്നത്. ഓക്കെ, സോ ബാക്കി റിട്ടേൺ എക്സാം, എക്സ്റ്റേണൽ റിട്ടേൺ എക്സാം വരുന്നത് 40 മാർക്കിനാണ്. സോ 40 മാർക്കിനുള്ള കാര്യങ്ങൾ 40 മാർക്കാണ് ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മൾ 60 മാർക്കിന് മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ തന്നെ വാസ്റ്റായിട്ട് പഠിക്കാനുള്ള സിലബസ് ആണുള്ളത്. സോ നമ്മൾ അത്രയും വാസ്റ്റായിട്ട് തന്നെ പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ കണ്ടൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാം, എക്സ്റ്റേണൽ എക്സാമും അതിൻ്റെ കൂടെ തന്നെ 60 മാർക്ക് ഇന്റേണൽ എന്ന് പറയുമ്പോൾ സീരീസ് എക്സാം പ്ലസ് പ്രോജക്റ്റ്, അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ മറ്റ് പേപ്പർ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. PPT ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? PPT ഷെയർ ചെയ്യുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. PPT കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ നമുക്ക് നോക്കട്ടെ. ഒരു ഇഷ്യൂ ഉണ്ട് PPT ഷെയർ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആം കോർട്ടെക്സ് എം ആർക്കിടെക്ചർ ആണ്. മൈക്രോ കൺട്രോളർ ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് വരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, സബ്ജക്റ്റിന്റെ മാത്രം ഗ്രൂപ്പ്. അപ്പം ഞാൻ സിലബസ് അതിൽ ഷെയർ ചെയ്യാം. സിലബസ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിലബസ് നോക്കുക. സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആം കോർട്ടെക്സ് എം ആർക്കിടെക്ചർ ആണ്. പേര് കേട്ടിട്ട് പേടിക്കണ്ട. ആം കോർട്ടെക്സ് എം ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രോസസ്സർ ഡിസൈൻ ചെയ്യാനുള്ള കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ ഫാമിലിയാണ് ആം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിന്റെ ഫാമിലിയാണ് ആം. അതിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് അനുസരിച്ച് നമുക്ക് ഓരോ പ്രോസസ്സേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൊരെണ്ണമാണ് കോർട്ടെക്സ് എം. അപ്പോൾ ഈ കോർട്ടെക്സ് എം ഫാമിലിയിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ മൈക്രോ കൺട്രോളറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് എംബഡഡ് സിസ്റ്റം എന്നുള്ളതാണ്. എംബഡഡ് സിസ്റ്റം. ഓക്കെ, ഹെഡിങ് കാണാൻ വയ്യെന്ന് തോന്നുന്നു. എംബഡഡ് സിസ്റ്റം ആണ് ഫസ്റ്റ് ടോപ്പിക്. സോ ഓക്കെ, എംബഡഡ് സിസ്റ്റം ആണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. അത് തന്നെ ഇപ്പൊ കാണാമോ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? എല്ലാവരും ക്ലിയർ ആയിട്ട് കാണാമോ? സ്ലൈഡ് കാണാൻ പറ്റുന്നു? ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ടോപ്പിക്, ഓവർവ്യൂ ഓഫ് എംബഡഡ് സിസ്റ്റം. എന്താണ് എംബഡഡ് സിസ്റ്റം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ മൈക്രോ കൺട്രോളറിൽ മനസ്സിലാക്കേണ്ടത്. എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാകും അല്ലേ? കുറേ കമ്പോണൻസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. കുറേ കമ്പോണൻസ് ഒരുമിച്ച്
കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. സോ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം വേ തന്നെ കുറേയും കമ്പോണൻസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എംബഡഡ് സിസ്റ്റം. അതിൽ എന്തായിരിക്കും ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, നമ്മുടെ ഫാൻ, സിംപ്ലി നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സോഫ്റ്റ്വെയർ പാർട്ട് ഉണ്ട്, പിന്നെ കുറച്ച് ഹാർഡ്വെയർ ഉണ്ട്. അതായത് കുറേ കമ്പോണൻസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഫോൺ ആണെങ്കിൽ നമ്മൾ ഈ ഡിസ്പ്ലേയും അതിൻ്റെ ബാക്കും മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറേ കമ്പോണൻസ് വരുന്നുണ്ട്. ഈ കമ്പോണൻസ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫേസസ്, കണക്ഷൻസ് ഉണ്ട്. ഈ കമ്പോണൻസും കണക്ഷൻസും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴേ ഒരു സിസ്റ്റം ഡെവലപ്പ് ആകുന്നുള്ളൂ. ഓക്കെ, സോ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറേ കമ്പോണൻസും അതുപോലെ തന്നെ ഇന്റർഫേസസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. എംബഡഡ് സിസ്റ്റം, എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റവും എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഏതൊരു സിസ്റ്റത്തിൻ്റെയും ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ആ സിസ്റ്റം എന്ത് ഔട്ട്പുട്ടാണ് തരുന്നത്. ഓക്കെ, ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ സിസ്റ്റം എന്ത് ഔട്ട്പുട്ടാണോ തരുന്നത് അതായിരിക്കും ഏതൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് കിട്ടണം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. എന്താണ്? ഏതൊരു ഇലക്ട്രോണിക് സിസ്റ്റവും എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അതിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റ്വെയർ സെക്ഷൻ ഉണ്ടാകും, കുറച്ച് ഹാർഡ്വെയർ സെക്ഷൻ ഉണ്ടാകും. ഈ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഹാർഡ്വെയറിൽ തന്നെ കുറേ കമ്പോണൻസ് വരാം. ഈ കമ്പോണൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് വാട്ട് ഈസ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്. സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സൈബർ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന്റെ ഇന്റലിജൻസ് ആണ് സൈബർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഇൻ ദ വേൾഡിലെ ഏതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെയും നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം ഫോം ചെയ്യണത്. ഓക്കെ, സോ എന്താണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇന്റലിജൻസ് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് ദ ഫിസിക്കൽ objects of a world. Intelligence of a computer with the physical objects of the world നെ നമുക്ക് എന്ത് വിളിക്കാം? സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് വിളിക്കാം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെലൻ ഗിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 2006 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേം ആണ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്. സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് ദ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഓഫ് അവർ വേൾഡ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തതാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് നമ്മൾ എംബഡഡ് സിസ്റ്റം പറഞ്ഞു. ഈ എംബഡഡ് സിസ്റ്റത്തിൽ മെമ്മറി ഉണ്ട്. മെമ്മറി ആവശ്യമാണ്. നമ്മൾ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും പ്രോഗ്രാം ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഏതൊരു ഇലക്ട്രോണിക് സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. സോ ഈ പ്രോഗ്രാം ചെയ്ത് അതിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കതിന് മെമ്മറി വേണം. സോ കമ്പ്യൂട്ടർ സിസ്റ്റംസ് പോലെ തന്നെ റാം ആൻഡ് റോം ആണ് നമ്മൾ മെമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ സെക്ഷൻ ആയിരിക്കും. റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് ഫിക്സഡ് ഡേറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാനായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി നമ്മൾ മെയിനായിട്ട് മോസ്റ്റ് ഓഫ് ദ മൈക്രോ കൺട്രോളേഴ്സിൽ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റോം ആണ്? ഫ്ലാഷ് EEPROMs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് EEPROM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, EEPROMന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് ഫ്ലാഷ് EEPROM ആണ്. അപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ടേം ഫെമിലറൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇന്റലിജൻസ് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് ദ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് ആണ്. അതുപോലെ ഇത് കണ്ടുപിടിച്ചത് ഹെലൻ ഗില്ലാണ്. ദെൻ നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന മെമ്മറിയെ ഓർത്തിരിക്കുക, റാമും റോമും. റോമിൽ തന്നെ EEPROM ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി. ഓക്കെ, ദെൻ ഒരു എംബഡഡ് എംബഡഡ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഒരു മൈക്രോ കൺട്രോളർ സെക്ഷൻ ആണ്. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളർ സെക്ഷൻ ആണ്. അതുപോലെ വേറൊരു സെക്ഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മൈക്രോ കൺട്രോളർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ഹാർഡ്വെയർ ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സോഫ്റ്റ്വെയർ പോർഷൻ ഉണ്ടാകും. ഈ സോഫ്റ്റ്വെയർ ഒരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് അല്ലെങ്കിൽ സ്മോൾ IC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ചിപ്പിലേക്ക് നമ്മൾ ചെയ്ത പ്രോഗ്രാം ലോഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ആ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന IC ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഹിഡൻ ആയിട്ട് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ഉള്ളിൽ നമുക്ക് പുറമേ കാണാതെ ഹിഡൻ ആയിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു രീതിയിൽ ഹാർഡ്വെയറിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ്. അത് കമ്പ്യൂട്ടർ പോലെ എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ടാവില്ല, എല്ലാ പാർട്സും അതിനുണ്ടാവില്ല. മെയിനായിട്ട് മൈക്രോ കൺട്രോളറിൽ വരുന്ന പാർട്സ് ആണ് ഈ ബ്ലോക്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രോസസ്സർ ഉണ്ടാകാം, റാം ഉണ്ട്, റോം ഉണ്ട്, അതുപോലെ IO പോർട്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോ കൺട്രോളറിനെ ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. പക്ഷേ കമ്പ്യൂട്ടർ പോലെ കീബോർഡ്, മൗസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളൊന്നും മൈക്രോ കൺട്രോളറിൽ ഉണ്ടാവില്ല. അത് ചെറിയൊരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് മാത്രമാണ്. അത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ കമ്പ്യൂട്ടർ പോലെ തന്നെ മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് എന്തുണ്ടാകും? പ്രോസസ്സർ ഉണ്ടാകും, റാം ഉണ്ടാകും, റോം ഉണ്ടാകും, IO പോർട്സും അവൈലബിൾ ആണ് എന്ന് കരുതി ഫിഗർ കാണുന്ന പോലെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് വലിയൊരു സാധനമല്ല, ചെറിയൊരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് മാത്രമാണ്. സോ ഈ മൈക്രോ കൺട്രോളറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഓക്കെ, ഓരോ ഡിവൈസസിലും അത് ഓരോ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ കാണുന്നത്. ഓക്കെ, ദെൻ പകരം ഒരു മറ്റിപ്പോൾ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഫാൻ എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്താ? വിൻഡാണ്. ദെൻ റെഫ്രിജറേറ്റർ നമ്മൾ വേറൊരു പർപ്പസിന് യൂസ് ചെയ്യുന്നു. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ വേറൊരു പർപ്പസിന് യൂസ് ചെയ്യുന്നു. അതായത് ഓരോ ഇലക്ട്രോണിക് സിസ്റ്റവും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഇവിടെ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഒപ്റ്റിക്കൽ ഡിവൈസസ് എന്ന്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ അതനുസരിച്ച് ഈ ഔട്ട്പുട്ട് തരുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന ഡിവൈസ് ഏത് ഫോമിൽ വേണമെങ്കിലും ആകാം. ഇലക്ട്രിക്കൽ ഫോമിലാകാം, മെക്കാനിക്കൽ ഫോമിലാകാം, കെമിക്കൽ ഫോമിലാകാം, ഏതൊരു രീതിയിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ വരുന്നത് ADCയും DACയും ആണ്. മൈക്രോ കൺട്രോളറിൻ്റെ സെക്ഷനിൽ ADC എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് വരുന്നുണ്ട്. ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അനലോഗ് ഡേറ്റ ആയിരിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ വോയിസ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസ് ചെയ്തെടുക്കുന്ന ഡേറ്റ, അങ്ങനെ എന്ത് ഡേറ്റ വേണമെങ്കിലും ആകാം. അതെന്ന് പറയുന്നത് അനലോഗ് ഡേറ്റയാണ്. പക്ഷെ നമ്മുടെ മൈക്രോ കൺട്രോളറിനോ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാർട്ടിന് ഈ പറയുന്ന അനലോഗ് ഡേറ്റ മനസ്സിലാവില്ല. അവരെപ്പോഴും 1s and 0s പെർഫോം ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്തുമാകട്ടെ ആ ഡേറ്റയെ എന്താക്കി മാറ്റുന്നു? ഡിജിറ്റൽ ആക്കി മാറ്റുന്നു.
സോ നമുക്കതിനെന്ത് വിളിക്കാം? അനലോഗ് ടു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വിളിക്കാം. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് നമുക്ക് പറയാം. മൈക്രോ കൺട്രോളറിൽ വരുന്ന ഒരു സെക്ഷൻ. ദെൻ നമുക്ക് ഈ ഡേറ്റയെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പല ഫോമിൽ അതിനെ തിരിച്ച് തരുന്നു. ഓക്കെ, ഇപ്പോൾ ഫോണിൽ നമുക്ക് ഡിസ്പ്ലേ പോലെ കാണുന്നു, ഫാനിലാണെങ്കിൽ കാറ്റ് കിട്ടുന്നു, ബൾബിലാണെങ്കിൽ ലൈറ്റ് കിട്ടുന്നു. ഏത് ഇലക്ട്രോണിക് സിസ്റ്റത്തിലും ഓരോ രീതിയിലാണ് ഔട്ട്പുട്ട്. സോ ആ ഔട്ട്പുട്ട് നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക്, അതായത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ വൺസ് ആൻഡ് സീറോസ് കണ്ടാൽ പറ്റില്ല. നമുക്ക് എന്ത് വേണം? അനലോഗ് ഡേറ്റ തന്നെ വേണം ഔട്ട്പുട്ടായിട്ട്. സോ നമുക്ക് മനസ്സിലാകുന്ന ഡേറ്റ വേണം. അപ്പോൾ തിരിച്ച് മൈക്രോ കൺട്രോളറിൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ സെക്ഷനിൽ ഡേറ്റയെ ഡിജിറ്റൽ ആക്കിയെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന ഡിവൈസിൽ ആ ഡേറ്റയെ എന്താക്കി മാറ്റണം? തിരിച്ച് അനലോഗ് ആക്കി മാറ്റണം. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ഔട്ട്പുട്ട് സെക്ഷനിൽ ഉണ്ടെന്ന് പറയാം. സോ ജസ്റ്റ് ഫൈനലൈസ് ചെയ്യാണ്. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. 2 സെക്ഷനാണ് വരുന്നത്. ഒരെണ്ണം മൈക്രോ കൺട്രോളർ സെക്ഷൻ വരും, ഒരെണ്ണം നമ്മുടെ ഔട്ട്പുട്ട് വേൾഡ് വരും. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അതൊരു ഹാർഡ്വെയർ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ ആകാം, മെക്കാനിക്കൽ ആകാം, കെമിക്കൽ ആകാം, ഏത് രീതിയിലും ആകാം. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ്. അതിൻ്റെ അകത്ത് വരുന്ന പാർട്സ് ആണ് പ്രോസസ്സർ, റാം, റോം, ഇൻപുട്ട്, IO ഡിവൈസസ് ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, ദെൻ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു. എംബഡഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ഒരു ചെറിയൊരു പോർഷനാണ് മൈക്രോ കൺട്രോളർ എന്ന് നമ്മൾ പറഞ്ഞു. സോ മൈക്രോ കൺട്രോളർ ഞാൻ പറഞ്ഞു. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ തന്നെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാകാം? പ്രോസസ്സർ ഉണ്ടാകാം, റാം ഉണ്ടാകാം, പ്രോസസ്സർ ഉണ്ടാകാം, റാം ഉണ്ടാകാം, റോം ഉണ്ടാകാം, IO പോർട്സ്. ഈ പറയുന്നത് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദി എംബഡഡ് സിസ്റ്റത്തിലും അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളറാണ്. മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൻ്റെയും അകത്ത് പ്രോഗ്രാം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സെക്ഷൻ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളറാണ്. ആ മൈക്രോ കൺട്രോളർ എംപ്ലോയ് ചെയ്യാൻ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? മെയിനായിട്ട് വരുന്നത് കോസ്റ്റ് ലോ ആയിരിക്കും, സൈസ് സ്മോൾ ആണ് മൈക്രോ കൺട്രോളറിൻ്റെ, അതുപോലെ അതിൻ്റെ പവർ റിക്വയർമെൻറ്റ്സ് ലോ ആണ്. ഈ പറയുന്ന ഫീച്ചേഴ്സ് കാരണം നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് മൈക്രോ കൺട്രോളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൈക്രോ കൺട്രോളർ ഡിഫറെൻറ്റ് കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ കൺട്രോളറിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഹാർഡ്വെയറിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എംബഡഡ് സിസ്റ്റത്തിൽ നമ്മളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ് TM4C ഫാമിലി എന്ന് പറയുമ്പോൾ അതിന് കുറേ വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. കാരണം അതിൽ കുറേ വൈഡ് വെറൈറ്റി ഓഫ് IO ഡിവൈസസ് അവൈലബിൾ ആണ്, പാരലൽ പോർട്സ് അവൈലബിൾ ആണ്, സീരിയൽ പോർട്സ് അവൈലബിൾ ആണ്, ടൈമേഴ്സ് ഉണ്ട്, ADC ഉണ്ട്, DAC ഉണ്ട്. ഈ പറയുന്ന ഫങ്ഷൻസ് എല്ലാം ഈ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ് TM4C ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളേഴ്സിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റണം. ആ ഇൻപുട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ, അതായത് ഇപ്പം നമ്മൾ ഫോണിൽ ലോക്ക് അടിക്കുന്നു. അപ്പോൾ ലോക്ക് ഒരു 1 2 3 4 എന്ന് നമ്മൾ കൊടുത്താൽ 1 2 3 4 എന്നുള്ള ലോക്ക് അടിച്ച് ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ഫോൺ ഓപ്പണായി കിട്ടണം. അല്ലാതെ ഒരു 10 സെക്കൻഡ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. നമ്മൾ എപ്പോഴാണോ ലോക്ക് കൊടുക്കുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം, ലോക്ക് ഓപ്പൺ ആകണം. അതാണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻപുട്ട് നമ്മൾ എപ്പോൾ കൊടുക്കുന്നു അപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ വിത്തൗട്ട് എനി ഡിലേ ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് ഒരു മെയിൻ ഫംഗ്ഷൻ വരുന്നത്. സോ എംബഡഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ ടാസ്ക് വരുന്നത് കറക്റ്റ് ഔട്ട്പുട്ട് അറ്റ് ദ പ്രോപ്പർ ടൈമിൽ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിനെന്ത് വിളിക്കാം? അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. ദെൻ
മൈക്രോ കൺട്രോളർ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈക്രോ കൺട്രോളർ നമ്മുടെ ഹ്യൂമൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇന്ന ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്, അപ്പൊ ആ ടാസ്ക് ഈ മൈക്രോ കൺട്രോളർ തരുന്നുണ്ടോ, ആ ഒരു രീതിയിൽ നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ദിസ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ ഹ്യൂമനും തമ്മിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ടേം ആണ് HCI അല്ലെങ്കിൽ MMI എന്ന് പറയുന്നത്. HCI എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്റർഫേസും MMI എന്ന് പറഞ്ഞാൽ മാൻ മെഷീൻ ഇന്റർഫേസും ആണ് പറയുന്നത്. സോ ജസ്റ്റ് ആ ടേംസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ ഹ്യൂമൻ എങ്ങനെയാണ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ HCI അല്ലെങ്കിൽ MMI എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു എംബഡഡ് സിസ്റ്റം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സിസ്റ്റംസ് തന്നെയാണ്. കുറേ കമ്പോണൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന സിസ്റ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കാം. സിംപ്ലി അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ സെക്ഷൻ കൂടി ഉണ്ട്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് മൈക്രോ കൺട്രോളറും വരും, പിന്നെ ഒരു എക്സ്റ്റേണൽ വേൾഡിലേക്ക് ആ ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് ഫോമിലുള്ള ഡേറ്റ വേണമെങ്കിലും ആകാം, ഇലക്ട്രിക്കൽ ആകാം, ഫിസിക്കൽ ആകാം, ഒപ്റ്റിക്കൽ ആകാം, കെമിക്കൽ ആകാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആ കണ്ടന്റ് നമുക്ക് എക്സ്റ്റേണൽ വേൾഡിലേക്ക് തരുന്ന ഒരു ഹാർഡ്വെയർ സെക്ഷൻ കൂടി എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ വരും എന്ന് പറഞ്ഞു. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റവും എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എംബഡഡ് സിസ്റ്റത്തിന്റെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കേ, ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഒരു മൾട്ടിമീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്താണ് വോൾട്ടേജ് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എല്ലാ ഫിഗറിൽ നമുക്ക് കണ്ടാൽ അറിയാം മൾട്ടിമീറ്ററിന്റെ ഇൻപുട്ടായിട്ട് 2 പ്രോബുകൾ ഉണ്ട്. ഒരെണ്ണം റെഡ് കളറിലും ഒരെണ്ണം ബ്ലാക്ക് കളറിലും വരുന്ന 2 പ്രോബ് ഉണ്ട്. സോ ഏത് പോയിന്റിലാണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിൽ നമ്മൾ 2 പ്രോബും കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. അതുപോലെ പിന്നെ വരുന്നൊരു സെക്ഷനാണ് സെലക്ഷൻ ഡയൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. അതായത് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. സോ ഏത് മോഡിലേക്കാണോ അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണോ റീഡിങ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അതാണ് ഇൻപുട്ടായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. പ്രോബും അതുപോലെ തന്നെ ഈ സെലക്ഷൻ ഡയലും നമുക്ക് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന എംബഡഡ് സിസ്റ്റത്തിന്റെ ഇൻപുട്ടാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് റീഡിങ് കിട്ടുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഏത് രീതിയിലാണ്, ഈ ഡിസ്പ്ലേ വഴിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, LCD ഡിസ്പ്ലേ ആണ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരു നമ്മൾ പറഞ്ഞു ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം എംബഡഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. എംബഡഡ് സിസ്റ്റത്തിൽ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൈക്രോ കൺട്രോളറും ഉണ്ട് എന്ന് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ പറഞ്ഞതാണ്. സോ മൈക്രോ കൺട്രോളർ എവിടെയാണെന്ന് നമുക്ക് എവിടെ നോക്കാം, ഈ പറയുന്ന മൈക്രോ കൺട്രോളർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗറാണ് രണ്ടാമത്തെ സെക്ഷനിൽ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ഫിഗറിൽ അതാണ് കാണുന്നത്. മൈക്രോ കൺട്രോളർ ഈ എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മീറ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളറിൽ ഇവിടെ കാണുന്ന ഈ ഒരു ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ചിപ്പിലായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം എന്ന് ഇത്രയും നേരം പറഞ്ഞു. സോ ജസ്റ്റ് ഒരു എംബഡഡ് സിസ്റ്റത്തിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഹാർഡ്വെയർ പോലെ പുറത്തേക്ക് കാണുന്ന ഒരു സെക്ഷനാണ് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ട് സെക്ഷനും കാണാം. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബുകൾ റെഡും ബ്ലാക്കും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സെലക്ഷൻ ഡയൽ വഴി നമുക്ക് ഇൻപുട്ട് ഏത് മോഡാണ് ഏത് സെക്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള എലമെന്റ് ആണ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ് LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സോഫ്റ്റ്വെയർ സെക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ടിരിക്കുന്ന പോർഷനിലേക്ക് പോയാൽ നമ്മൾ പറഞ്ഞ എംബഡഡ് സിസ്റ്റത്തിൽ മൈക്രോ കൺട്രോളർ ഉണ്ടെന്ന്. സോ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇതിന്റെ അകത്ത് കാണുന്ന ബ്ലാക്ക് കളറിൽ ഇരിക്കുന്ന ഈ ഒരു ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആവശ്യമുള്ള പ്രോഗ്രാം നമ്മളുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ
പ്രോഗ്രാം ചെയ്ത് ഈ മൈക്രോ കൺട്രോളറിൽ ലോഡ് ചെയ്ത് വെക്കുന്നു. സോ ഈ പറയുന്ന മൈക്രോ കൺട്രോളറും ഇൻപുട്ട് പ്രോബും സെലക്ഷൻ ഡയലും അല്ലെങ്കിൽ LCD ഡിസ്പ്ലേയും അല്ലാതെ വേറെയും കുറച്ച് കമ്പോണൻസ് നമുക്ക് ഈ ബോർഡിൽ കാണാം. ബാറ്ററി കാണാം, പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അത് എല്ലാം കുറേ കമ്പോണൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു എംബഡഡ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ദെൻ മൈക്രോ കമ്പ്യൂട്ടർ വേണമെന്നില്ല. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കണം. എംബഡഡ് സിസ്റ്റം ഇപ്പം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഓർത്തിരിക്കുക. അപ്പം അത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഇലക്ട്രോണിക് സിസ്റ്റം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്നും കുറേ എക്സാമ്പിൾസ് സഹിതം എക്സാമ്പിൾസ് വഴി നമുക്ക് എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എല്ലാ ഫീൽഡിലും തന്നെ നമ്മൾ എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ഫീൽഡ് എടുത്താലും അവിടെ എല്ലാം ഈ പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ നമുക്ക് ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ് അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും മിക്കവാറും പല സബ്ജക്റ്റുകളിൽ നമ്മൾ കാണുന്നുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് ഒരു 3 to 6 എക്സാമ്പിൾസ് നമുക്ക് തന്നെ ചിന്തിച്ച് എഴുതാവുന്നതേ ഉള്ളൂ എംബഡഡ് സിസ്റ്റത്തിന്. ജസ്റ്റ് അതൊന്ന് ഇവിടെ പറഞ്ഞു പോകാം. മെയിനായിട്ട് വരുന്നത് കൺസ്യൂമർ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിൽ നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് വാഷിംഗ് മെഷീൻ, എക്സസൈസ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ റിമോട്ട് കൺട്രോൾസ്, ക്ലോക്ക് ആൻഡ് വാച്ച്, ഗെയിംസ് ആൻഡ് ടോയ്സ്, ഓഡിയോ ഓർ വീഡിയോ, സെറ്റ് ബാക്ക് തെർമോസ്റ്റാറ്റ്സ്. ഇതെല്ലാം നമ്മൾ ഹോം അപ്ലയൻസസിൽ വരുന്ന മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ അതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ മൈക്രോ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ മൈക്രോ കൺട്രോളർ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. ആൻസറിങ് മെഷീൻസ്, അതുപോലെ ടെലിഫോൺ സിസ്റ്റംസ്, സെല്ലുലാർ ഫോൺസ്, സാറ്റലൈറ്റ്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എംബഡഡ് സിസ്റ്റംസ് ആണ്. ദെൻ അടുത്തത് ഓട്ടോമോട്ടീവിൽ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമോട്ടീവിലാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് പറയാം? ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ്, നോയിസ് ക്യാൻസലേഷൻ, തെഫ്റ്റ് ഡിറ്ററന്റ് ഡിവൈസസ്, ഇലക്ട്രോണിക് ഇഗ്നിഷൻ, വിൻഡോസ് ആൻഡ് സീറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇതെല്ലാം മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ മിലിറ്ററി സെക്ഷനിൽ നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ്? സ്മാർട്ട് വെപ്പൺസ്, മിസൈൽ ഗൈഡൻസ്, ഗ്ലോബൽ പൊസിഷനിങ്, സർവൈലൻസ്, ഇതിലെല്ലാം നമുക്ക് മൈക്രോ കൺട്രോളർ വരുന്നുണ്ട്. ഓക്കെ. ദെൻ ഇൻഡസ്ട്രിയൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റംസ്, ടെമ്പറേച്ചർ കൺട്രോൾ, റോബോട്ട് സിസ്റ്റംസ്, ഇൻവെൻട്രി സിസ്റ്റംസ്, ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലേഴ്സ്, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ വരുന്നതാണ്. മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഇൻഫാൻറ്റ് അപ്നിയ മോണിറ്റേഴ്സ്, അതുപോലെ കാർഡിയാക് മോണിറ്റേഴ്സ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ്, പ്രോസ്തെറ്റിക് ഡിവൈസസ്, മെഡിക്കൽ റെക്കോർഡ്സ്, ഇതെല്ലാം വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ കമ്പ്യൂട്ടർ കമ്പോണൻസിൽ മൗസ്, USB ഫ്ലാഷ് ഡ്രൈവ്, കീബോർഡ്, ഇതെല്ലാം മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. സോ നമ്മൾ എംബഡഡ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അകത്ത് മൈക്രോ കൺട്രോളർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കമ്പ്യൂട്ടർ പോലെ വാസ്റ്റ് അല്ല. അതിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു? IO പോർട്സ്, റാം, റോം, പ്രോസസ്സർ എല്ലാം മാത്രമേ വരുന്നുള്ളൂ മൈക്രോ കൺട്രോളറിൽ. ദെൻ നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൽ വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ എല്ലാ സെക്ഷനിലും, ഹോം അപ്ലയൻസസിൽ, അതുപോലെ മിലിറ്ററി സെക്ഷനിൽ, മെഡിക്കൽ ഫീൽഡിൽ, ബിസിനസ്സിൽ, അങ്ങനെ എല്ലാ ഫീൽഡിലും നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഏതൊക്കെ ഫീൽഡിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ആ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എംബഡഡ് C എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ,
എംബഡഡ് സി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ട്. സി പ്രോഗ്രാമിംഗ് സെക്കൻഡ് അതൊന്ന് എടുത്തോട്ടെ. ഓക്കെ, ഓക്കെ. സി പ്രോഗ്രാമിംഗ് നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സി പ്രോഗ്രാമിംഗ്. സോ നമ്മുടെ എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. നമ്മുടെ ഫംഗ്ഷൻ എന്താണോ, നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ, ആ പ്രോഗ്രാം ചെയ്ത് നമ്മൾ റൺ ചെയ്ത് വെക്കുകയാണ് മൈക്രോ കൺട്രോളറിൽ. അതനുസരിച്ചിട്ടാണ് നമ്മുടെ എംബഡഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എംബഡഡ് സി എന്ന് പറയുന്ന ലാംഗ്വേജ്. ഓക്കെ, എംബഡഡ് സി എന്ന് പറയുന്ന ലാംഗ്വേജ്. എംബഡഡ് സി എന്ന് പറഞ്ഞാൽ സി ലാംഗ്വേജിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. സി പ്രോഗ്രാമിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ സി പ്രോഗ്രാമിംഗിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് എംബഡഡ് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? എംബഡഡ് സിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കിക്കേ. ഡയറക്റ്റ് ഹാർഡ്വെയർ ആക്സസ് ആയിരിക്കും, അതുപോലെ എഫിഷ്യൻ്റ് മെമ്മറി യൂസേജ് ആണ്, അതുപോലെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, റിയൽ ടൈം ഓപ്പറേഷൻ, സ്യൂട്ടബിൾ ഫോർ ലോ പവർ സിസ്റ്റംസ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എംബഡഡ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൂടെ എന്താണ് സി ലാംഗ്വേജും എംബഡഡ് സി ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ സി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ജനറൽ കമ്പ്യൂട്ടേഴ്സും, അതുപോലെ എംബഡഡ് സി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ്? എംബഡഡ് സിസ്റ്റത്തിലുമാണ്. സി ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സി ലാംഗ്വേജ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എംബഡഡ് സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്യാനാണ് നമ്മൾ എംബഡഡ് സി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹാർഡ്വെയർ ആക്സസ് നമ്മൾ പറഞ്ഞു. സി ലാംഗ്വേജിൻ്റെ ഹാർഡ്വെയർ ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എംബഡഡ് സിയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹാർഡ്വെയർ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ മെമ്മറി കൺസ്ട്രെയിൻസ് സി ലാംഗ്വേജിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷേ എംബഡഡ് സിയിൽ അത് മെമ്മറി കൺസ്ട്രെയിൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ടൈമിംഗ് കൺസ്ട്രെയിൻസ് സി ലാംഗ്വേജിൽ യൂഷ്വലി നോട്ട് ക്രിട്ടിക്കൽ. ടൈമിംഗ് കൺസ്ട്രെയിൻസിന് വലിയ ലിമിറ്റ് ഒന്നും വരുന്നില്ല സി ലാംഗ്വേജിൽ. പക്ഷേ എംബഡഡ് സിയിൽ നമ്മളെ മെമ്മറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് മെമ്മറി ആണെങ്കിലും ടൈമിംഗ് കൺസ്ട്രെയിൻസ് ആണെങ്കിലും ക്രിട്ടിക്കലാണ് എംബഡഡ് സിയിൽ വരുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ് സി ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജനറൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനാണ്. ദെൻ എംബഡഡ് സി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫേം വയർ ആപ്ലിക്കേഷൻസിനാണ്. ഫേം വയർ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ സി ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എംബഡഡ് സിയെ പറ്റിയാണ്. എംബഡഡ് സി എന്ന് പറഞ്ഞാൽ സി ലാംഗ്വേജിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് എംബഡഡ് സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ കൺട്രോളറും എംബഡഡ് സിസ്റ്റവും ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എംബഡഡ് സി എന്ന് പറയുന്ന പ്രോഗ്രാം ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പറയുന്നതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നു. ദെൻ ഒരു എംബഡഡ് സി പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാമിങ്ങിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്, ഓരോ ലാംഗ്വേജിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. സോ എംബഡഡ് സിക്കും സി പ്രോഗ്രാമിംഗ് പോലെ തന്നെ മെയിനായിട്ട് ജസ്റ്റ് ഒരു സ്ട്രക്ചർ പറയാം. എല്ലാ പ്രോഗ്രാമിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും എന്താണ് വരുന്നത്? ഒരു ഹെഡർ ഫയൽ വേണം. ഓക്കെ, ഹാഷിംഗ് ലോഡ് സ്റ്റാൻഡേർഡ് IO എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. അതുപോലെ ഒരു ഹെഡർ ഫയൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം. പിന്നെ വരുന്നത് ഡെഫിനിഷൻസ്, വേരിയബിൾസ്, ഡെഫിനിഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡിഫൈൻ ചെയ്യണം. ദെൻ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇനീഷ്യലൈസേഷൻ ഓഫ് കോഡുകൾ, എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഡ്, ആ കോഡ് നമ്മൾ കൊടുക്കുക. കേളി ബ്രാക്കറ്റിനകത്ത് അത് കൊടുക്കാം. പിന്നെ എംബഡഡ് സി പ്രോഗ്രാമിൽ വരുന്ന ഒരു ലൂപ്പാണ് ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വൈൽ 1 എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വൈൽ ബ്രാക്കറ്റിൽ 1 കൊടുത്തിട്ടുണ്ട്. ഈ വൈൽ 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് എംബഡഡ് സി പ്രോഗ്രാമിങ്ങിലെ അങ്ങനെ അതാണ് എക്സിസ്റ്റ് ആവുന്നത്. വൈൽ 1 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. അതെന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം.
ഓക്കെ. സോ സ്ട്രക്ചറിൽ ഈ പറയുന്ന 6 കാര്യങ്ങളാണ് എംബഡഡ് സിയുടെ പ്രോഗ്രാം സ്ട്രക്ചറിൽ വരുന്നത്. ദെൻ സിമ്പിളായിട്ട് ഒരു എംബഡഡ് സി പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഒരു LED ബൾബ് ലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പറയുന്നത്. സോ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്ന് നോക്കിക്കേ. LED എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ LED ഓൺ ആകുന്നു. LED എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ LED ഓഫ് ആകുന്നു. അതാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. സോ ഒരു LED ലൈറ്റ് കത്തി കിട്ടു ആ ഒരു രീതിയിൽ മിന്നി മിന്നി തിളങ്ങണമെങ്കിൽ ആദ്യം തെളിയണം, പിന്നെ കുറച്ച് ഡിലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എന്നാലേ അത് തെളിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു 3 to 4 സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് ഓഫ് ആകണം. ഓഫായി ഒരു 3 to 4 സെക്കൻഡ്സ് ഇരിക്കണം, എന്നാലേ അത് ഓഫായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഡിലേ കൊടുക്കാതെ നമ്മൾ പ്രോഗ്രാം എഴുതിയാൽ ഒന്നല്ലെങ്കിൽ LED ഫുൾ ടൈം ഓൺ ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ മിന്നി തിളങ്ങണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് സം ഡിലേ ആഫ്റ്റർ LED 1 ആൻഡ് LED 0. സോ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം തന്നെ ഹെഡർ ഫയൽ എഴുതുക. ദെൻ ഹെഡർ ഫയലിന് ശേഷം മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നമ്മൾ വൈൽ 1 എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വൈൽ 1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നു. ദെൻ നമ്മുടെ കണ്ടന്റ് നമ്മൾ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഓക്കെ. സോ വൈൽ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ വൈൽ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? വൈൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. കണ്ടിന്യൂസ്ലി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ 1 എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ വൈൽ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നു. ആ ടാസ്ക് ആ കേളി ബ്രാക്കറ്റിന് ശേഷം ആ ടാസ്ക് എന്താകുന്നു, എൻഡ് ചെയ്ത് പോകുന്നു. പക്ഷേ എംബഡഡ് സിസ്റ്റം, മോസ്റ്റ് ഓഫ് ദ എംബഡഡ് സിസ്റ്റം, നമ്മുടെ ട്രാഫിക് ലൈറ്റ് ആവട്ടെ, സ്മാർട്ട് വാച്ചസ് ആവട്ടെ, മെഡിക്കൽ ഡിവൈസസ് ആവട്ടെ, വാഷിംഗ് മെഷീൻ പോലുള്ള ഏത് ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ആണെങ്കിലും ഇതെന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മൾ ആ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കാനുള്ളതാണ്. സോ റിപ്പീറ്റ് ചെയ്ത് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കണ്ടീഷൻ കൊടുക്കണം, വൈൽ 1 എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് ലൂപ്പ് കൊടുക്കണം. സോ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ വൈൽ 1 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ലൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വൈൽ 1 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പറയുന്ന ടാസ്കിലേക്ക് പോകുന്നു. ഈ ടാസ്ക് റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ടൈം ഈ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ വൈൽ 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തില്ല എങ്കിൽ LED വാല്യൂ 1 ആകുമ്പോൾ LED കത്തുന്നു. ദെൻ LED വാല്യൂ 0 ആകുമ്പോൾ LED ഓഫ് ആകുന്നു. അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം തീരും. അപ്പം നമുക്ക് LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് റിപ്പീറ്റായി നടക്കാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വൈൽ 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കണം. വൈൽ 1 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്താൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ടാസ്ക് റിപ്പീറ്റ് ആയിട്ട് എന്താവുന്നു, റിപ്പീറ്റ്
ഹലോ 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 ഹലോ. ഈ തോന്നുന്നു ക്ലാസ് നെറ്റ്വർക്ക് കട്ടായി തോന്നുന്നു. ഞാൻ മിസ്സിന്റെ നെറ്റ്വർക്ക് ക്ലാസ് കഴിഞ്ഞാണോ? കേട്ടില്ല. മിസ്സിന്റെ നെറ്റ്വർക്ക് കട്ടായിട്ടാണോ ക്ലാസ് കഴിഞ്ഞോ? നിങ്ങൾ ഓഫായി പോയിട്ടുണ്ടാവും. മിസ് ലെഫ്റ്റായി തോന്നുന്നു. മിസ്സിൽ ലെഫ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചാണ് ഗ്രൂപ്പിൽ, പക്ഷെ റിപ്ലൈ